ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺപണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ ആ, സുമിത്രയുടെയും അതുപോലെ തന്നെ ബാലുവിൻ്റെയും കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എത്തുന്നത് നമ്മുടെ ദേവ്ജിയുടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ. കാരണം അവൾ വേറൊരാളെയും കൂടെയും കൂടെ കൂടിയിട്ടുണ്ട്. അത് ലാലിയാണ്. എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടനെ കൊണ്ട് വലിയൊരു തെറ്റ് ചെയ്യിപ്പിക്കാൻ പോകുന്നു. ഇനി അഥവാ ചേട്ടൻ ചെയ്തില്ലെങ്കിൽ മറ്റൊരു ഗുണ്ടകളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കും. അതിനുശേഷം തന്നെ അത് ബലരാമൻ ചേട്ടനാണെന്ന് പറയും. അതിനുള്ള പ്ലാനാണ് എൻ്റെ അച്ഛനും അമ്മയുടെയും. ദേവ് സാർ ഒന്ന് സഹായിക്കണം. അവരുടെ ആദ്യത്തെ പ്ലാൻ സാഗർ സാറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. എത്രയും പെട്ടെന്ന് അത് തടയണം. സാറിനെ അതിന് കഴിയുള്ളൂ. സാഗർ സാറിനെ വിവരം അറിയിക്കണം. ഈ കാര്യം ഞാൻ നിങ്ങളോട് വന്ന് പറഞ്ഞില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ അവരകത്താക്കാം. അതുകൊണ്ട് തന്നെ ഇനി എനിക്ക് ആരോടും പറയാൻ സാധിക്കില്ല. പെട്ടെന്ന് എന്നെ കാര്യങ്ങൾ നീക്കണം എന്നൊക്കെ ദേവജിയോട് പറയുന്നു. ദേവജി ആണെങ്കിലോ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്നെ സാഗറിനോട് എല്ലാ രഹസ്യങ്ങളും പറയുന്നതാണ് നല്ലത് എന്നൊരു ചിന്തയിലാണ് കേട്ടോ നിൽക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബലരാമനെ തന്നെയാണ്. ബലരാമൻ്റെ അടുത്തേക്ക് സുമിത്രയും ബാലും കൂടി വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കള്ളനാടകം കളിച്ച് വീണ്ടും ബലരാമൻ്റെ മനസ്സിൽ ഇടം പിടിക്കാനായിട്ട് അവർ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബലരാമൻ ഒരിക്കലും തന്നെ അവരുടെ ആ ഒരു നല്ല വാക്കിലൊന്നും ഇപ്പോഴും വീഴുന്നില്ല കേട്ടോ. ഞങ്ങൾ നിനക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും അല്ലായിരിക്കാം, പക്ഷേ ചോരക്കുഞ്ഞായിരുന്ന നിന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി. ഞങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് തന്ന് ഒരു കുറവും വരുത്താൻ നിന്നെ നോക്കി. ഇനി ഞങ്ങൾക്ക് വേണ്ടി നീ ഇതെങ്കിലും ചെയ്യണ്ടേ മോനെ എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സൊന്നും മാറിയിട്ടില്ല ബലരാമൻ്റെ. ഒരു പക്ഷേ ഒരുപാട് കടുത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒന്ന് ചായാനും സാധ്യത കാണുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയാണ്. പെട്ടെന്ന് ദേവ് സാറാണെങ്കിലോ ആ ഒരു വിവരം, അതായത് ബലരാമൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സാഗറിനോട് തുറന്ന് പറയാണ്. തൻ്റെ മകനാണെന്നും എന്ന രഹസ്യങ്ങളൊക്കെ തുറന്ന് പറയാതെ വേറെ നിവർത്തിയില്ല. കാരണം അതിലൂടെ തന്നെ ബലരാമനും സാഗറും ഒന്നാവണം. അത് വേണ്ടിയിട്ട് തന്നെയാണ്, ആ വലിയൊരു ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇതറിയുന്ന സാഗർ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീഴുന്നു കേട്ടോ. അപ്പോൾ തന്നെ സുജു വന്നിട്ട് എന്താ പറ്റി സാഗർ എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. സാഗറിനൊന്നും സംസാരിക്കാൻ പറ്റാണ്ടായൊരവസ്ഥയാണ് കേട്ടോ കാണുന്നത്. ഈ വിവരം തന്നെ എന്തായാലും മഹിപാൽ കൃഷ്ണ വിളിച്ച് പറയുന്നുണ്ട്. സാഗർ സാർ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്, പെട്ടെന്ന് ഒരു ഷോക്ക് സംഭവിച്ചു. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ നീ നേരിട്ട് വന്ന് പറയാം, എത്രയും പെട്ടെന്ന് നീ അവിടെ നിന്ന് പോരെന്ന് പറഞ്ഞിട്ട് കൃഷ്ണയെ വിളിച്ച് വരുത്തുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വരുണിനെയൊക്കെ കേട്ടോ, വീട്ടുകാരെയൊക്കെ. വരുണാണെങ്കിൽ അവിടെ ആടി തമർക്കുകയാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരെന്ത് കൊടുത്താലും തല്ലി പൊട്ടിക്കുകയും എറിഞ്ഞു കളയുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പക്ഷേ ഇതിനൊരു തീരുമാനം എന്തായാലും എടുക്കണം. അത് കൺമണി അപ്പം അറിയണം എന്ന രീതിയിൽ തന്നെയാണ് ഗോകുൽ പറയുന്നത്. അങ്ങനെ കൺമണിയെ വിളിച്ച് തന്നെ കാര്യങ്ങൾ പറയാം കേട്ടോ. വരുൺ ചേട്ടൻ കുറച്ച് ദിവസമായിട്ട് ഇവിടെ തന്നെയാണ്. വരുൺ ചേട്ടൻ്റെ അവകാശപ്പെട്ട വീടല്ല ഇത്. സ്വത്തും അതുപോലെ തന്നെ പണവും സ്വർണവും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കൂടി വരുൺ ചേട്ടൻ പോകുന്നില്ല. അപ്പോൾ വന്നാൽ അത് നേരിട്ട് കൊടുത്താൽ മാത്രമേ പോളൂ എന്ന് പറയുന്നു. ഇതിനൊരു തീരുമാനം വേണപ്പേ, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ല എന്നുള്ള ഗോകുൽ വിളിച്ച് പറയുന്നു കേട്ടോ. രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കൺമണി അവിടെ നിന്ന് വരുന്നത്. എന്തായാലും വരുണിന് നല്ലൊരു തക്ക ശിക്ഷ എന്തായാലും കൺമണി കൊടുക്കുന്നുള്ളത് ഉറപ്പാണ്. ഇത്രയും കാണിച്ചുകൊണ്ട് പ്രമോ കാണുന്ന എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം.